ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തു യാസീനിലെ 71 മുതൽ 83 കൂടിയ 83ാമത്തെ ആയത്ത് ഈ സൂറത്തിൽ അവസാനത്തെ ആയത്താണല്ലോ. അതുവരെയുള്ള ആയത്തുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും ഈ സൂറത്ത് നമ്മുടെ മുൻപിലേക്ക് അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ കുറിച്ച്, അതോടൊപ്പം പരലോകം, അൽ ആഖിറ, ഈ 3 വിഷയങ്ങളിലൂടെ ഊന്നിക്കൊണ്ടാണ് ഈ സൂറത്ത് നമ്മുടെ ശ്രദ്ധയെ തൊട്ടുണർത്തിയത് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ച് അവനെ മാത്രം ആരാധിക്കണം എന്ന് അള്ളാഹു നമ്മോട് പറയുമ്പോൾ, മനുഷ്യരായ നമ്മളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന നിഅമത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ നിഅമത്തുകൾക്കുള്ള നന്ദിബോധം, അതാണ് അള്ളാഹുവിന് മാത്രം നമ്മുടെ ആരാധനകൾ അർപ്പിക്കുക അഥവാ തൗഹീദ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യർ ചെയ്യുന്ന അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ അധ്വാനം, ഇതൊക്കെ പ്രതിഫലിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ നമ്മൾ ചെയ്യുന്ന കൃഷി, നമ്മൾ ചെയ്യുന്ന കച്ചവടം, ഇതിലൊക്കെ മനുഷ്യന്റെ അധ്വാനത്തിന്റെ പ്രതിഫലനുണ്ട്. എന്നാൽ മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഒരു പ്രതിഫലനവും ഇല്ലാത്ത ചില കാര്യങ്ങൾ അള്ളാഹു നമ്മുടേത് എന്ന് പറയുന്ന ആട്, മാട്, ഒട്ടകങ്ങൾ, എൻ്റെ ആട്, എൻ്റെ കുതിര, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ പറയുന്ന അത്തരം ജന്തുക്കളുടെ അല്ലെങ്കിൽ ജീവികളുടെ അല്ലെങ്കിൽ നാക്കാലികളുടെ അൻആമുകളുടെ കാര്യത്തിൽ, അവയുടെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പങ്കില്ലല്ലോ. ഒരു പങ്കില്ലാത്ത വണ്ണം അള്ളാഹു അവന്റെ കൈകളാൽ മാത്രം സൃഷ്ടിച്ചു എന്ന് തന്നെയും പറയാവുന്ന ഒന്ന്. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഗതികൾ ഇതല്ലാത്തതും ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്തരം നിഅമത്തുകളെ കുറിച്ചൊന്നും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അവലം യറൗ എന്നുള്ള ആയത്ത് കൽബ് കൊണ്ട് കാണാനുള്ള ഒരു ഉണർത്തലാണല്ലോ അവലം യറൗ എന്നുള്ളത്. അവർ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവരുടെ കൽബ് തുറന്ന് അവർ കാണുന്നില്ലേ? അപ്പൊ ഈ മഹാപ്രപഞ്ചത്തില് നമ്മുടെ ആരുടെയും ഒരു കൈ പങ്കാളിത്തവും ഇല്ലാത്ത, ഒരു ചെറിയ അധ്വാനവും ഇല്ലാത്ത തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എത്രയെത്ര നിയന്ത്രണങ്ങൾ, എത്രയെത്ര വ്യവസ്ഥകള്, അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സൂര്യന്റെ ചലനമാവട്ടെ, സൂര്യന്റെ സൃഷ്ടിപ്പാവട്ടെ, ഇങ്ങനെ ഈ മഹാപ്രപഞ്ചത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, അവയെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അള്ളാഹു എന്നുള്ള മഹാസ്രഷ്ടാവിനെ കുറിച്ച്, നമ്മുടെ നാഥനെ കുറിച്ച് മറന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നമ്മുടെ അധ്വാനത്തിന്റെ ഒരു ചെറിയ പങ്ക് പോലും ഇല്ലാത്ത ചില കാര്യങ്ങളിലേക്കുള്ള ഉണർത്തലുകൾ നടത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കുന്നത് അഫല യഷ്കുറൂൻ എന്നുള്ളത്. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? ആ നന്ദി ബോധമാണ് നമ്മളെ തൗഹീദിലേക്ക് എത്തിക്കേണ്ടത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള വസ്തുതയിലേക്ക് എത്തിക്കേണ്ടത്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവന് ശുക്ർ കാണിക്കുന്നതിന് പകരം കുഫറാണ് കാണിക്കുന്നത്. കുഫറും ശുർക്കും ചെയ്തിട്ട് പിന്നെ സട്ടാവിനെ ഓർക്കാതിരിക്കുക എന്നുള്ളതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് 74ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നത്. ഇപ്പോ ഭൗതിക ജീവിതത്തിൽ മനുഷ്യരായി ജീവിച്ച് മരണപ്പെട്ടു പോയ കുറെ ആളുകൾ, ആ ആളുകളെ കുറിച്ച് അവരെ മഹാത്മാക്കളാക്കി ചിത്രീകരിച്ച് അവരിൽ എന്തൊക്കെയോ ദിവ്യത്വം മനുഷ്യന്മാർ നോക്കിക്കണ്ടിട്ട് അവരുടെ പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, അതല്ലെങ്കിൽ ഖബറുകൾ കെട്ടിപ്പൊക്കി അവയെ സംരക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സൈനിക വേല എന്നൊക്കെ പറയാവുന്ന, സൈനിക വേല എന്ന് പറഞ്ഞാൽ ഒരു സന്നദ്ധ പ്രവർത്തനം എന്നൊക്കെ പറയാവുന്നതിന് അള്ളാഹു ഇവിടെ തുറന്ന് കാണിക്കുന്നുണ്ട്. അതായത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്ന ആളുകൾക്ക് അവര് ഇവരെ സഹായിക്കും എന്നുള്ള ഒരു തോന്നലോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊന്നും സാധ്യമല്ല. ശിർക്ക് കൊണ്ട് അങ്ങനെ ഒരു ഫലം ഉണ്ടാവാൻ പോണില്ല അള്ളാഹു പറയുന്നുണ്ട്. ശിർക്ക് കൊണ്ട് ഒരു ഗുണവും, ചെയ്യുന്ന ശിർക്ക് കൊണ്ട് ഒരു ഫലം ഉണ്ടാവാൻ പോണില്ല എന്നല്ലാഹു പറയുന്നുണ്ട്. കാരണം ലാ യസ്തതിഊന നസ്റഹും എന്ന് തന്നെ തുറന്ന് പറയുന്നുണ്ട്. ഒരു സഹായം ചെയ്തു തരാൻ കഴിയില്ല. എന്നിട്ടും വഹും ലഹും ജുന്ദുൻ മുഹ്ദറൂൻ, ഈ ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്മാര് ഈ ആരാധ്യന്മാരെ പടച്ചുണ്ടാക്കിയിട്ട് ആ ആരാധ്യന്മാർക്ക്, അത് വിഗ്രഹങ്ങളാവാം, ഖബറുകളാവാം, അവയ്ക്കൊക്കെ വലിയ സൈനിക സന്നദ്ധ സേവനം എന്നുള്ള അർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിക്കൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്
എന്നുള്ള ഒരു ദുഃഖകരമായ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തത്തെ അല്ലെങ്കിൽ പോയത്തത്തെ അള്ളാഹു ഇവിടെ തുറന്നു കാണിക്കുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷിർക്ക് കൊണ്ട് ഒരു സഹായവും ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടി അവിടെയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചല്ലോ ലാ യസ്തതിഊന നസ്റഹും എന്നുള്ള ആയത്തിൽ. തുടർന്ന് 76-ാമത്തെ വചനം വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ, ആ റിസാലത്തിനെ നിരസിക്കുന്നവരുടെ കാര്യത്തിൽ നബിയെ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. ഫലാ യഹ്സുൻക ഖൗലുഹും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നു. ഇപ്പോ അവരുടെ വർത്തമാനം എന്ന് പറയുന്നത് എന്താണ്? റിസാലത്തിനെ നിഷേധിക്കാൻ വേണ്ടി റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും. ഷാഇർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അഥവാ കവിയാണ് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാഹിറാണ്, മജിഷ്യനാണ്, മാജിക്കുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മസ്ഹൂർ, ആരൊക്കെയോ സിഹർ ചെയ്തിട്ട് ആ സിഹർ ബാധയേറ്റ ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്. മജ്നൂനാണ്, ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അധിക്ഷേപ പരാമർശങ്ങളാണ് ഖൗലുഹും എന്നുള്ള ആ ഒരു വാക്കിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ ഇത്തരം പരിഹാസങ്ങൾക്ക് അള്ളാഹുവിൻ റസൂൽ നൽകുന്ന വലിയ ഒരു ആശ്വാസം, ഒരു തസ്ലിയത്ത്. അതോടൊപ്പം മനുഷ്യൻ എന്നുള്ള നിലയിൽ എത്ര നിസ്സാരമായ ഒരു സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനുഷ്യനോട് ആലോചിക്കാനുള്ള വളരെ വലിയ ഒരു അവസരം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതും നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. അതായത് 77-ാമത്തെ മുതലുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ മനുഷ്യന്റെ അർത്ഥത്തിലുള്ള സൃഷ്ടിപരമായ നിസ്സാരതയാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം സൃഷ്ടിപരമായ നിസ്സാരത എന്നുള്ള നിലക്ക് അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യൻ ഒരൊറ്റ നുത്ഫയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ശ്രവിപ്പിക്കപ്പെടുമ്പോൾ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടെങ്കിലും ഒറ്റ നുത്ഫ മതി ബീജസങ്കലനം നടക്കാൻ എന്നുള്ള ഒരു അറിവ് കൂടി ആ അറിവിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാവുന്ന, ശാസ്ത്രീയമായി നമ്മുടെ മുമ്പിലുള്ള ആ അറിവിലേക്ക് ചേർത്ത് വെക്കാവുന്ന, അല്ലെങ്കിൽ ആ അറിവിന് വൈരുദ്ധ്യം നിൽക്കാത്ത ഒരു പരാമർശം കൂടിയാണ് അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ എന്നുള്ളത്. സത്യത്തിൽ ആ ഒരു ആയത്ത് മനുഷ്യന്റെ നിസ്സാരത എത്ര വലുതാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണെങ്കിൽ കൂടി ഈ ഒരു വിഷയത്തെ നമുക്ക് കൂട്ടത്തിൽ മനസ്സിലാക്കാൻ കൂടി ഈ ആയത്ത് ഉപകരിക്കുന്നു എന്നുകൂടി കാണേണ്ടതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ നിസ്സാരമായ അവസ്ഥയെ സ്വയം മറന്നിട്ട് അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉപമ സൃഷ്ടിക്കുക എന്നുള്ള ഒരു അവസ്ഥ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ മനുഷ്യന്മാര് അവരുടെ അഹങ്കാരം മൂത്തുകൊണ്ട് ചെയ്യുന്ന ചില അതിക്രമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കാല മൻ യുഹയിൽ ഇളാമ വഹിയ റമീം എന്നൊക്കെ പറയുമ്പോൾ ചില മനുഷ്യന്മാരുടെ ചോദ്യമാണത്. ഇതൊക്കെ ദ്രവിച്ച് നുരുമ്പിപ്പോയതിന്റെ ശേഷം പിന്നീട് ആരാണ് അതിനെ ജീവിപ്പിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആസുബിൻ വായിൽ, ഉബയ്യ് ബിൻ ഖലഫ് പോലെയുള്ള ഖുറൈശി നേതാക്കന്മാര്, അഹങ്കാരികളായ ഖുറൈശി നേതാക്കന്മാര്, ധിക്കാരികളായ ആ മുശ്രിക്കുകള്, അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പരിഹാസപരമായ വെല്ലുവിളി, ആ വെല്ലുവിളിയെ ഇങ്ങനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവരിൽ രണ്ടാളുടെ പേരിലും ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാളുടെ പേരും ഒരുമിച്ച് പറഞ്ഞത്. യാ മുഹമ്മദ്, ചോദിക്കുന്ന ചോദ്യം ആരാണെങ്കിലും, ഇവർ രണ്ടുപേരിൽ ആരാണെങ്കിലും ശരി, വന്ന് ചോദിക്കുന്ന ചോദ്യം, യാ മുഹമ്മദ് അത്തസഅമു അന്നല്ലാഹ യബ്അസു ഹാദാ ബഅദ മാ റമ്മ. ഈ നുരുമ്പിയ എല്ലിൻ കഷ്ണം ഇങ്ങനെ പൊടിച്ച് പറപ്പിച്ച് കാണിച്ചു തന്നിട്ട്, അതിങ്ങനെ ഊതി പിന്നെ പറത്തി കാണിച്ചു തന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലയോ മുഹമ്മദ്, നീയാണോ ഇങ്ങനെ നുരുമ്പിപ്പോയ ഒന്നിൽ നിന്ന് അള്ളാഹു ജീവിപ്പിക്കും എന്ന് നീ ഇങ്ങനെ പറയാണോ, വാദിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പതറിപ്പോകാതെ ഉറച്ചു നിന്നുകൊണ്ട് സിബാത്തോടു കൂടി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. നഅം യബ്അസുഹുല്ലാഹ്, അള്ളാഹു അതിനെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട്, വയുമീതുക, നിന്നെ അവൻ മരിപ്പിക്കും, സുമ്മ യുഹ്യീക, പിന്നീട് അവൻ നിന്നെ ജീവിപ്പിക്കും, സുമ്മ യുദ്ഖിലുക നാറ ജഹന്നം, പിന്നീട് നിന്നെ നരകത്തീയിലേക്ക്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക് യുഹ്യീഹല്ലദി അൻശഅഹ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ആദ്യം ആ സൃഷ്ടിപ്പ് നടത്തിയവൻ അതിനെ ജീവിപ്പിക്കും. അവൻ എല്ലാ പടപ്പിനെ കുറിച്ചും അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും എല്ലാ അർത്ഥത്തിലും മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും അറിയുന്നവനാണ് എന്നുകൂടി 79 ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. തുടർന്ന് 80 ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ പച്ച മരത്തിൽ ഉണ്ടാകുന്ന തീയിനെ കുറിച്ചുള്ള ഒരു സത്യമാണ്, അല്ലെങ്കിൽ ആ ഒരു അന്വേഷണമാണ് നമുക്ക് നൽകുന്നത്. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ദരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. പഴയ കാലഘട്ടങ്ങളിൽ തീയുണ്ടാക്കാൻ വേണ്ടി മനുഷ്യന്മാർ ധാരാളമായി ഉപയോഗിച്ചു വന്നിരുന്ന, ഇന്നും മലമ്പ്രദേശങ്ങളിലെ മനുഷ്യന്മാർ, ആദിവാസികളായ ആളുകളൊക്കെ തീയുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പച്ചമരങ്ങൾ, ചില പ്രത്യേക മരങ്ങളൊക്കെ കൂട്ടി ഉരസിക്കഴിഞ്ഞാൽ തീയുണ്ടാകുന്നതിനെ കുറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജലാംശങ്ങൾ നിറഞ്ഞ പച്ചമരം, ആ പച്ചമരങ്ങളിൽ ചിലത് ഇങ്ങനെ കൂട്ടി ഉരസുന്നതോടുകൂടി തീയുണ്ടാകുന്നു എന്നുള്ളത്. അപ്പൊ ഈ വൈദ്യുത പ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. വൈദ്യുത പ്രവാഹം നല്ല നീർപ്പച്ചയുള്ള മരമാണ് എങ്കിൽ അതിലേക്ക് വൈദ്യുത പ്രവാഹം ഏൽക്കുമ്പോൾ, കരണ്ടടിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് ഷോക്കടിക്കുക എന്നുള്ള അവസ്ഥയുണ്ടാകും. എന്നാൽ ഉണങ്ങിയ മരമാണെങ്കിലോ അതിൽ ഒരിക്കലും ഷോക്കേൽക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. അപ്പോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജലാംശം കലർന്നത്, നീരുള്ളത്, അത്തരം വസ്തുക്കളിൽ പിന്നെ പെട്ടെന്ന് തീ ബാധിക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ അറബികൾക്കിടയിലൊക്കെ അൽ മറഹ് അഫാറ് പോലെയുള്ള പോലെയുള്ള മരങ്ങൾ, ആ മരങ്ങളൊക്കെ അറബികൾ തീ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവ തമ്മിൽ ഉരസിക്കൊണ്ട് തീ ഉണ്ടാക്കുക എന്നുള്ളത് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ തീപ്പെട്ടിയും തീപ്പെട്ടിക്കൊള്ളിയും അത് വെച്ചിട്ട് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ തീ ഉണ്ടാകുന്നതിനെ കുറിച്ച് നിസ്സാരമായി തന്നെ ആലോചിക്കാവുന്ന ഒന്നാണ്. ഇനി മാത്രമല്ല, ഈ ആദിവാസികൾ, മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഓടയും മുളയും പോലെയുള്ള മരങ്ങളൊക്കെ ഉരസിക്കൊണ്ട് ഈ തീ ഉണ്ടാക്കുക എന്നുള്ള അതൊക്കെ ചെയ്യാറുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, ഇങ്ങനെ ജലാംശം നിറഞ്ഞ മരങ്ങൾ തമ്മിൽ കൂട്ടിയുരസുമ്പോൾ തീയുണ്ടാക്കുക എന്നതിനോളം അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അത്ര തന്നെ പ്രയാസമുള്ള ഒരു കാര്യമല്ല. മനുഷ്യൻ മരണപ്പെട്ട് നിർജീവമായി നുരുമ്പിപ്പോയി ദ്രവിച്ചുപോയി മണ്ണോട് അലിഞ്ഞു പോയതിന്റെ ശേഷം അവന് ആദ്യമുണ്ടായ ഒന്നാണല്ലോ ദ്രവിച്ച മണ്ണായി പോയത്. ആദ്യമുണ്ടാക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എങ്കിൽ ഉണ്ടായത് ദ്രവിച്ചതിന് ശേഷം വീണ്ടും അതിൽ നിന്നുണ്ടാക്കുക എന്നുള്ളത് ഇതിനോളം ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അഥവാ പച്ചമരത്തിൽ തീയുണ്ടാക്കുന്നതിനോളം ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ള ഒരു സാന്ദർഭികമായ ചിന്ത, അല്ലെങ്കിൽ അറബികൾക്കിടയിൽ പരിചയമുള്ള ഒരു വിഷയത്തിൽ അറിവിട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു ചിന്തയാണ് അള്ളാഹു അവിടെ നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും, വായിക്കാനും സാധിക്കും. ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് 81 ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഈ മഹാപ്രപഞ്ചം, ആ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണല്ലോ അള്ളാഹു. ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മഹാപ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ അതിർത്തി നമുക്കാർക്കും നിർണയിക്കാൻ കഴിയാത്ത ഒന്നാണത്. മനുഷ്യൻ എത്ര തന്നെ ഗോളാന്തര യാത്രകൾ നടത്തി കഴിഞ്ഞാലും അറ്റം കാണാത്ത വണ്ണം ഇനിയും അനന്തമായി കിടക്കുന്ന തരത്തിൽ മനുഷ്യന്റെ അറിവുകളും അന്വേഷണങ്ങളും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള തരത്തിൽ അവന്റെ മുന്നിൽ ബോധ്യങ്ങൾ ഉറപ്പായും വരുന്ന അർത്ഥത്തിലാകുന്നു ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം ഉള്ളത്. അതിനെയൊക്കെ സംവിധാനിച്ച, അതേപോലെ തന്നെ മനുഷ്യൻ നിവസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലെ ഓരോ കാര്യങ്ങളും അവയെ സംവിധാനിച്ചവനായ അള്ളാഹു, അവൻ അവരെ പോലെ ഈ ഭൂമിയിൽ നിസ്സാരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിസ്സാരമായ സൃഷ്ടി എന്ന് പറയാവുന്ന ഈ മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുകയും അവന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് നല്ലവണ്ണം അറിയുന്നവനാണ് എന്നുള്ള ഒരു സത്യം, അതൊക്കെ വല്ലാത്ത ഒരു വായനാനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. കാരണം അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കണം, സ്രഷ്ടാവ് എന്നുള്ള നിലക്ക് അവൻ ഒരു വസ്തുവിനെ സൃഷ്ടിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ, അതിന് ഏത് അർത്ഥത്തിലാണോ
ഈ പ്രപഞ്ചത്തിൽ ആ ഒരു സൃഷ്ടി വരേണ്ടത് അതിനെ ആ രീതിയിൽ ഒരുക്കാൻ കഴിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇന്നമ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയക്കുൻ. എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിന്റെ ഇറാദത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മശീഅത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കാര്യം അതിനോട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെയും അത് ഉണ്ടാകാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ ഇതുവരെയും വായിച്ചു പോന്ന ഓരോ കാര്യങ്ങളുടെയും ഒരു രത്ന ചുരുക്കമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ 83-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. ഒന്ന് ഫസുബ്ഹാൻ, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. ആ അള്ളാഹു ഏതെങ്കിലും മനുഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനത, മനുഷ്യൻ കാണുന്ന എന്തെങ്കിലും ഒരു ന്യൂനത അള്ളാഹു അവനിലേക്ക് ചേർത്തി വെക്കാൻ കഴിയുന്ന ഒരു ന്യൂനതയും ഇല്ല തന്നെ. എല്ലാ അർത്ഥത്തിലും പരിപൂർണനാകുന്നു അള്ളാഹു എന്നർത്ഥം. മനുഷ്യർക്കിടയിൽ കാണുന്ന ന്യൂനതകളിൽ ഒന്നും തന്നെ അള്ളാഹുവിനില്ല. അതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനായവൻ എന്നുള്ള തരത്തിൽ ഒന്നാമതായി അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. രണ്ടാമതായി അല്ലദി ബിയദിഹി മലകൂതു കുല്ലി ഷൈ, എല്ലാറ്റിന്റെയും മലക്കൂത്ത് അവന്റെ കയ്യിലാണുള്ളത്. അള്ളാഹുവിന്റെ കയ്യിലാണ് മലക്കൂത്ത് ഉള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കൂത്തിനെ നമുക്കാർക്കും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത വണ്ണം നമ്മൾ ദുർബലരാണ് എന്നുള്ളതാണ് നമ്മുടെ ബോധ്യത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ പ്രകാശത്തിന്റെ വേഗതയെക്കുറിച്ച് അവൻ കണ്ടുപിടിച്ചു. പ്രകാശ വേഗത ഇത്രയാണ്, പ്രകാശം ഒരു സെക്കൻഡിൽ ഇത്ര ദൂരം സഞ്ചരിക്കും. അപ്പം അങ്ങനെ അത്രമേൽ പ്രകാശ വേഗതയുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് മനുഷ്യന് നിർവചനങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുമ്പോഴും അവന്റെ മുൻപിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നിഗൂഢമായി തന്നെ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നമുക്ക് പറയാൻ സാധിക്കുക, മനുഷ്യന്റെ പുരോഗതിയും അന്വേഷണങ്ങളും എത്രമേൽ പുരോഗതിപ്പെട്ടാലും ഈ മഹാപ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുടെ ചെപ്പ് തുറക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അള്ളാഹു അവൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ മലക്കൂത്തിന്റെ ഉടമയാകുന്നു. അവന്റെ കയ്യിലാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ മുഴുവൻ മലക്കൂത്തുമുള്ളത്. രാജാധികാരം, രാജാധിപത്യം അതൊക്കെ അവന്റെ കയ്യിലാണ് ഉള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവ് അള്ളാഹു നൽകുന്നു. മാത്രമല്ല മനുഷ്യരെല്ലാം അവനിങ്കിലേക്ക് അള്ളാഹുവിലേക്ക് തിരിച്ച് മടങ്ങിപ്പോകാനുള്ളവരുമാകുന്നു എന്നുള്ള ഈ 3 കാര്യങ്ങൾ, അള്ളാഹു ഈ 3 യാഥാർത്ഥ്യങ്ങൾ അത് നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ തെളിയേണ്ട, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാകേണ്ട, നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കാൻ സാധിക്കുന്ന അതിശക്തമായ സന്ദേശങ്ങളാണ്. അങ്ങനെ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് അള്ളാഹു ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ നമുക്ക് കാണാനോ കേൾക്കാനോ ഊഹിക്കാനോ കഴിയാത്ത മറ്റെല്ലാ വസ്തുക്കളും അടങ്ങുന്ന ലോകമൊട്ടുക്കും ഈ വിധം സൃഷ്ടിച്ച് ഓരോന്നിനും അതിൻ്റെതായ ക്രമവും വ്യവസ്ഥയും നിയന്ത്രണവും എല്ലാം നൽകി അതിനെ നിയന്ത്രിച്ച് നിലനിർത്തിപ്പോരുന്ന രാജാതിരാജന്റെ മലക്കൂത്ത്, ആ മലക്കൂത്ത് അത് എത്രമേൽ പരിശുദ്ധമാണ്, എത്രമേൽ മഹത്തരമാണ് എന്ന് നമ്മളെ കൊണ്ട് അറിയാതെ തന്നെയും പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വായനാനുഭവം അതാണ് ഈ സൂറത്ത് നമുക്ക് നൽകുന്നത്. സൂറത്തിനെ വീണ്ടും വീണ്ടും ആഴത്തിൽ പഠിക്കുമ്പോൾ, അതിൻ്റെ ഓരോ വാക്കുകളിലൂടെ അതിനെ വിചിന്തനം ചെയ്യുമ്പോൾ ഒട്ടേറെ തലങ്ങളിലേക്ക് നമ്മെ ഇനിയും കൂട്ടിക്കൊണ്ടുപോകും. അള്ളാഹു നമുക്കെല്ലാവർക്കും ഉള്ളു തുറന്ന് അള്ളാഹുവിനെ അറിയാനുള്ള, അകക്കണ്ണ് തുറന്ന് റബ്ബിനെ മനസ്സിലാക്കാനും അവന്റെ ഏകത്വത്തെ അംഗീകരിച്ച് തൗഹീദുള്ള മുവഹിദുകളായി കൊണ്ട് ജീവിക്കാനും നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.